ലോകത്തിന് തന്നെ മാതൃകയാകും വിധം ആരോഗ്യമേഖലയിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കേരളം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് വിജിൻ MLA. ലോക ജനസംഖ്യാ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം മാടായി കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ആരോഗ്യമേഖലയിൽ വിവിധ പദ്ധതികളാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്. ജനങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സർക്കാരിനാവുന്നുണ്ട്. ആരോഗ്യമേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയാകും വിധമുള്ള നേട്ടങ്ങൾ കേരളം സ്വന്തമാക്കിയിട്ടുണ്ടെന്നും വിജിൻ MLA പറഞ്ഞു. ഇപ്പോൾ കണക്കുകൾ പറയുന്നത് അനാവശ്യ ഗർഭധാരണത്തെ തുടർന്നുള്ള ഗർഭചിത്രങ്ങളുടെ തോത് അത് വർദ്ധിക്കുകയാണ് എന്നുള്ളത്. അത് കേരളത്തിൽ ആ കണക്കല്ല, അതിൻ്റെ ഒരു ഡാറ്റ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആരോഗ്യവകുപ്പ് തന്നെ തന്ന ഒരു ഡാറ്റ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അത്തരം കേസുകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 വയസ്സിൽ 19 ഗർഭധാരണം പ്രസവവും വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് അതിൻ്റെ ആരോഗ്യപരമായ തലങ്ങളെ കുറിച്ച്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഗർഭധാരണത്തിൻ്റെ ശരിയായ പ്രായം, അതുപോലെ തന്നെ ശരിയായ ഇടവേള. ജില്ലാ ആരോഗ്യ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം കണ്ണൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക ജനസംഖ്യാ ദിനാചരണം സംഘടിപ്പിച്ചത്. മാടായി കോളേജിൽ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഡോക്ടർ ആര്യദേവി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ MV ജോണി, K കവിത, ഗീതാകുമാരി, ഡോക്ടർ K രാജശ്രീ, T സുധീഷ്, ഗോപിനാഥൻ, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PT അനി, DINC രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.